നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ? നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളിരുന്നിട്ട് കരയുന്നുണ്ട്. ആ കണ്ണുനീര് തുടയ്ക്കാത്ത കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആരാ കരയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട്. ആ ഖുർആൻ എടുത്ത് വീട്ടുകാർ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ പഴയ ഒരു വീടില്ലേ, പാപ്പായും ഉമ്മായും നമ്മൾ ജനിച്ച ഒരു വീട്, തറവാട് അല്ലേ? അങ്ങനെയല്ലേ പറയാ? തറവാട് പറയില്ലേ? ആ വീട്ടിൽ കിടന്നപ്പോ കിട്ടിയ ഒരു സന്തോഷം ഇപ്പൊ പണിത് 2 നിലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ലക്ഷങ്ങൾ പണിതിട്ടൊരു വീട് വെച്ചല്ലോ, ആ കൂരയ്ക്കകത്ത് കിട്ടിയ ഒരു സമാധാനവും സന്തോഷവും ഇപ്പൊ പണിത വീടിനകത്തുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എടാ, നമ്മുടെ ഉമ്മ, അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉദവെടുത്തിട്ട് നിസ്കാര ഫായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ർ പറഞ്ഞ് കാത്തിരിക്കും ബാങ്ക് വിളിക്കാൻ. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. ഖുർആൻ എടുത്തിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതാതെ ഉമ്മ ആ പായിൽ നിന്ന് എഴുന്നേക്കില്ലായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.